നമസ്കാരം. പാറശാലയിൽ ഇഞ്ചിവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചായക്കടയുണ്ട്. അത് നടത്തുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി ഭയങ്കര മുൻദേശക്കാരിയാണെന്നാണ് പറയുന്നത്. പ്രശ്നമാണെന്ന് കണ്ട ഒറ്റയാണ് അതിൻ്റെ ചായക്കടയിൽ അടുപ്പിക്കില്ല. ഇന്ന് ഞങ്ങൾ അവിടെയാണ് പ്രാങ്കുമായിട്ട് പോകാൻ പോകുന്നത്. കാണാം. എന്താ നിനക്ക് എന്താ ഒന്നുമില്ല. പിന്നെ കുറെ നേരം ആയില്ല. എന്താ കുറെ നേരം? കുറെ നേരമല്ല, എന്ത് നേരം നിനക്ക് എന്തിനാ സോടാ? 6 മണിക്ക് ഇറങ്ങിക്കൊടുന്ന ആശമൊക്കെ. ഇങ്ങനെ ഇയാളെ എന്റെ പുറകെ നടന്ന് കുറെ ശല്യം ചെയ്യുവാണ് കേട്ടോ. ഭയങ്കര ശല്യം. ട്രെയിനകത്ത് മൂലക്ക് കടന്ന ശല്യ. എനിക്കറിയില്ല എവിടെ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ശല്യം. നീ എന്റെ അടുത്തോട്ട് വന്ന് കവാല അടിച്ചാൽ പൊട്ടിക്കും. പറഞ്ഞ മനസ്സിലായല്ലോ. നേരെ വൈ കുറെ നേരം വേണ്ട പറഞ്ഞു ശല്യം ചെയ്യുന്നു. ആരോട്? അവിടെയോ? അവിടെ ആരെയും കണ്ടില്ല. അതായിരിക്കും അവിടെ റെയിൽവേ. നിങ്ങൾ എവിടെ ഉള്ളത്? നിങ്ങൾ മേലെന്ന് പറഞ്ഞാൽ താഴെ വരുന്നു. അത് തന്നെ ഈ ഉടക്കണത് ഏതൊക്കെ പയ്യന്മാർ ഉടക്കണത്? ഏതൊക്കെ പയ്യന്മാർ ഉടക്കണം നിങ്ങളെ അങ്ങോട്ട്? വേണ്ട അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ചുമ്മാ അവൻ അങ്ങനെ വിടരുതെന്ന്. വിടാൻ പാടില്ല. എന്തിനെന്ന് ചുമ്മാ ഇരിക്കാൻ എന്തിനെന്ന് അവൻ നീയല്ലേ പറഞ്ഞത്? പാവ ചാച്ചി നേരത്തെ അങ്ങോട്ട് ഭയങ്കര ശല്യം. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെടുത്തല്ലേ സ്റ്റേഷൻ അവിടെ ചെന്ന് പറ. നീ സ്റ്റേഷനിലല്ലേ ഇരുന്നത്? അവക്കെന്തേലും പ്രശ്നം അവക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് നടക്കണ്ടേ? എന്തിനു ചേച്ചി? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറട്ടോ. അവിടെ ഇപ്പൊ ഡ്യൂട്ടിയിൽ ആരുമില്ല. സ്റ്റേഷൻ ഞാൻ പെണ്ണല്ലാണ് വല്ലതും പറഞ്ഞു തരണേ. അവനെ നീ ഒരു പാവല്ലേ? എന്നിട്ടാ പാവ സുഖമില്ലാത്തത്. ഇത് സുഖമില്ല. നീ കൊടുക്കണവരെ പാവല്ലേ? ഞാൻ ഇവിടെ നിന്നോട്ടെ. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങ് പോയി അതൊക്കെ അവിടെ സ്റ്റേഷനിൽ ചെന്ന് പറ. അപ്പൊ നമ്മളെ നിന്നോട്ടാ, ഒന്ന് നിന്നോട്ടെ. കൂടെ ഒരാൾ വരാനുണ്ട്. എവിടെ പോണ നിങ്ങൾക്ക്? എനിക്ക് തിരുവനന്തപുരം പോണം. തിരുവനന്തപുരത്ത് പോണെങ്കിൽ ഇപ്പൊ വണ്ടി ഉണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് ഇപ്പൊ വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എവിടെ നിന്നോട്ടെ. ഇവിടെ ശല്യം ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ പോയി പറയാം. ചായ ഇല്ല. സാറിന്റെ അടുത്ത് എന്ന് പറയാം. നീ ഒരു പെണ്ണ് ഞാനും ഒരു പെണ്ണ്. നിന്നെ ശല്യം ചെയ്യാൻ കയറി. അത് തന്നെ. നീ എന്തിനു പേടിക്കണ? സാറിന്റെ അടുത്ത് നിന്ന് പറയാന്ന്. ഇനി ഞാൻ സാറിന്റെ അടുത്ത് നിന്ന് പറയാം. വേണ്ട ഇപ്പൊ അല്ല, നമുക്ക് എങ്ങനെ പറഞ്ഞല്ലേ ഇവിടെ. നമുക്കൊരു കേസിന് വഴക്കൊന്നും എനിക്ക് താല്പര്യമില്ലേ. ചേച്ചി ഇതൊരു കടയാണ്. നിങ്ങളെ പോലെ ഇവളെ പോലെ 10 പേര് വന്ന് കയറുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സ്വഭാവമുള്ളവനോ എല്ലാവരും ഇവിടെ വന്ന് കയറും. കടയെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ സ്റ്റേഷൻ പോയേക്കോ. എനിക്കാണെങ്കിൽ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. അതാണ് ഞാൻ വെയിറ്റ് ചെയ്ത്. അങ്ങോട്ട് എന്റെ പുറകെ വരുവോ അയാള്? നിങ്ങൾ ആരും ശല്യം ചെയ്യില്ല. ഇവിടെ ഒരു മനുഷ്യനും ശല്യം ചെയ്യില്ല. പപ്പ അവിടെ വരും കൂടെ. സാറിന്റെ അടുത്ത് നിങ്ങൾക്ക് തിരുവനന്തപുരം ട്രെയിനിന് പോകണമെങ്കിൽ എന്റെ കൂട്ടരെ കുറിച്ച് വരണം.
നമ്മളതിന് ദോഷമല്ല ചെയ്യണം. ഇല്ലല്ല, അയ്യോ നമ്മളെന്തിനു ദോഷമല്ല ചെയ്യണം. ഒന്നുമില്ല, പാവല്ലേ. ഇരിക്കട്ടെ അവിടെ. ഒരു പെണ്ണാ പറഞ്ഞ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. എവിടെ മേലില് പോണ്? എവിടെ പോണ്? അയ്യോ അങ്ങനെ പോവാ. പാവം പപ്പ മോളെ ഇറങ്ങി. പിന്നെ ഇവയല്ല കൊച്ചിന്റെ ബാക്കെന്ന് പോണത്. പാവം തന്നെ ഇവര് പിടിച്ചു കൊടുക്കാം. അത് പോട്ട്, അതങ്ങ് പോട്ട്. അവര് പാവം. നിങ്ങള് അവരെ ഊത്തലിക്കാതെ കേട്ടാ. പാവം അവരെ ഊത്തലിക്കാതെ. ഞാൻ ഉപദ്രവിച്ചില്ലല്ലോ. അതാ പിന്നെ അവരല്ലേ പറയണത് ബാക്കെന്ന് പോണം. ചുമ്മാ ഇരിക്കുന്നു. ഞാൻ പോകുമ്പോ എന്റെ പുറേന്ന് വരുന്നത് കാണണം അമ്മയ്ക്ക്. എന്റെ പുറ എനിക്ക് പോകണ്ട. റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്റെ കൂട്ടുകാരി വെച്ച് വരാനുണ്ട്. അത് വണ്ടിയിൽ പോയി. 3 മണിക്കല്ലേ വണ്ടി. അകത്ത് കയറി ഇരിക്കും, ഞാൻ നോക്കിക്കോളാം. പോയി വീട്ടുണ്ടോ? സഹോദരിയെ ഒരു മോളെ പ്രായം പോലും. എന്റെ മോളെ പ്രായമല്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. ചുമ്മാ നയൻ വിളിച്ചിട്ട് കാര്യമല്ല. ചുമ്മാ ഇരിക്കുന്ന പാവം. അവര് എവിടെ ചാച്ചി അകത്ത് കയറിയിരിക്കും. അണ്ണന് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അണ്ണൻ പോവാം. അല്ലെങ്കിൽ നിങ്ങൾ വല്ല സംസാരം വല്ല ഉണ്ടാ? ഇല്ല, അത് ഞാൻ ഇല്ല, സംസാരമൊന്നുമില്ല. അപ്പം പിന്നെ നിങ്ങൾ വന്നില്ലേ, ഇവര് പോയതിനു ശേഷം പോയി. ഇല്ലെങ്കിൽ നിങ്ങൾ അവരിവിടെ അകത്തിരിക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. 3:30 മണി വരെ ഇവിടെ ഇരിക്കും. ചുമ്മാ എന്റെ ഒരു കൂട്ടുകാരെ കുറിച്ച് വരാനുണ്ടാ. എന്റെ ഒരു കൂട്ടുകാരെ കുറിച്ച് വരാനുണ്ട്. ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ അങ്ങ് പിക്ക് ചെയ്ത് പോവാങ്ങ്. ചേച്ചി പിന്നെ പറഞ്ഞു ഇവ അവനെ അടിക്കുവന്നു. ഇവ അവളെ പാവം. മോശം പാവല്ല. അവര് പാവല്ല. രണ്ടിലും ചായ കുടിക്കണ്ടേ എനിക്ക്? ചിലപ്പോ അണ്ണ അല്ലെങ്കിൽ ഇവനങ്ങ് പറഞ്ഞേക്ക്. ഇവൻ എന്തിനാ നിക്കുന്നത്? ഇവനങ്ങ് പറഞ്ഞേക്ക്. ഞാൻ പോയ പിന്നെ എന്റെ കടയിൽ പിന്നെ ആരും നീ നോക്കൂ. എന്റെ കടയില് നിങ്ങൾ നോക്കൂ. പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിട്ടിട്ട് പോകും? അപ്പൊ പിന്നെ നിങ്ങൾ അവനെ പിന്നെ നിങ്ങൾ കൊണ്ടുപോയി അവനെ നിങ്ങളെ കാര്യം നോക്കി പോയി. നീ പോടാ. എല്ലാം ഞാനല്ലേ പറഞ്ഞു. ഞാനല്ലേ പറഞ്ഞു. കൂട്ടുകാരെ വെച്ച് വരും അമ്മ. ഒരു സഹായം ചോദിച്ചപ്പോ ഇങ്ങനെയാണോ? ഒരു പെണ്ണിന്റെ ആദ്യത്തെ എങ്ങനെയാണോ? സത്യാവസ്ഥ അറിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ചേച്ചി ഒരു കാര്യം നിങ്ങൾ എവിടെ എന്റെ മെക്കിട്ട് ഇങ്ങനല്ലേ? അവളറിയാം. സുനിതല്ലേ? ഞാൻ ഇവിടെ ഒന്ന് ചായ കുടിച്ചിട്ടില്ലല്ലോ. പേരെങ്ങനെ അറിയാം? അവളുടെ പേര് പേരിപ്പോ ഞാൻ നേരത്തെ എനിക്കറിയാം. ഞാൻ ഇന്നാളെ വന്ന് ചായ വാങ്ങിച്ചു കുടിച്ചപ്പോ ചേച്ചി അങ്ങ് പോട്ടണം. നീ വാ, നമുക്ക് പോവാം. ചുമ്മാ ഇരിക്കുന്ന ഇല്ലന്നെ. നീ വാന്ന്, നമുക്ക് പോവാന്ന്. ഇങ്ങോട്ട് പോയി. നിങ്ങൾ ഇങ്ങോട്ട് പോയി. എന്റെ പുറകെ ശല്യം. നിങ്ങൾ എന്തെല്ലാം പറയാന്നറിയാം നിങ്ങൾ കാരണം.
പാവം കടയിലെന്തിന്? ഞാൻ കൊണ്ടുപോയി. നിനക്ക് അതൊരു ഇവിടെ അറിയാമോ? പെണ്ണാണ്. ഇതാരാ? അവൻ ഒരു കിറുക്കൻ. ഞാൻ ട്രെയിനിൽ വന്നപ്പോ കണ്ടു കിറുക്കനെ പോലെ ഇരിക്കണവൻ. നിന്നെ ഇന്ന് സ്റ്റേഷനിൽ പിടിച്ച് കയറ്റുകളെ ഓടിപ്പോ. ഇപ്പൊ വണ്ടി വരും, ഓടിപ്പോ. അതിന് അവരവിടെ നിന്നോട്ടെ, നീ പോ. അതിന് സ്റ്റേഷൻ കേട്ടത് നീ പിന്നെ എന്തിനാ അവരെ ഭീഷണിപ്പെടുത്തണേ? ഞാൻ ഭീഷണിപ്പെടുത്തില്ല പിറകെ നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ഇഷ്ടം കൊണ്ട് പിറകെ നടന്നു. അത് വേറെ ആരെങ്കിലും നോക്കണം, ഇഷ്ടം കൂടെ പറയാൻ നടക്കാം. എന്നെ പാട്ട് വിട്ടത് ഞാൻ ജോലി അന്വേഷിച്ച് അറിയുന്ന ഒരു വ്യക്തിയാ. ഇരിക്കട്ടെന്ന് ചേട്ടത്തിയെ പോലെ നോക്കിക്കളഞ്ഞു. അമ്മ ഞാൻ ഇവിടെ കുറച്ചു നേരം ഇരുത്തിയിരിക്കാം. 3:30 വണ്ടി വന്നതിന് ശേഷം പറഞ്ഞു വിടാന്ന്. അയ്യേ 3:30 വണ്ടി വന്നതിന് ശേഷം പറഞ്ഞു വിടാം, പേടിക്കാതെ. അകത്ത് കയറിയിരി ചേച്ചി. നിനക്കിപ്പോ ഇവരെ കണ്ട് പേടിയാണ്. സ്റ്റേഷനിൽ പറയാം, സാറിന്റെ അടുത്ത് പറയാം. വാ, വാ. നീ വാന്നേ. അകത്തിരി അകത്തിരി. പിന്നെ നീ ചായക്കടയിലേക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത് ചായക്കടയാണ്, സ്ഥലം പറഞ്ഞു കൊടുത്തത് ചായക്കടയാ, കൊച്ചു പോരും. അതല്ലേ, അവിടെ അവിടെ ചായ ചായ ഇല്ലെന്ന് പറഞ്ഞില്ലേ എത്ര പ്രാവശ്യം? ഒരു കടയിൽ എത്ര നേരം വന്ന് നിക്കണ? നാരങ്ങൊന്നുമില്ല. അല്ലാതെ കടയെന്ന് വിചാരിച്ചാ നീയൊക്കെ ഇവിടെ തുടിക്കണ? പോരാ അങ്ങോട്ട് ഇറങ്ങി. അലവലാതി കട അതെന്തൊരു കട? പാവാണ് അവൻ. ഒരു നാരങ്ങ കൂട്ടിക്കൊണ്ട് നീ ഇവിടെ ഷോ കാണാൻ അവിടെ വന്ന് ഞാൻ അവളെ കൂട്ടി കൊണ്ടുവന്നല്ല. അവളെ എന്റെ ഫ്രണ്ട് കംപ്ലൈന്റ് ഉണ്ട്, അവിടെ ചെന്ന് പറ. സ്റ്റേഷനിൽ എനിക്കെന്തൊരു കംപ്ലൈന്റ്? എനിക്ക് കംപ്ലൈന്റ് ഇല്ല, വെള്ളം കുടിക്കാൻ വന്നേ. കംപ്ലൈന്റ് ആക്ക് കംപ്ലൈന്റ്, അവക്കും കംപ്ലൈന്റ് ഇല്ല. പിന്നെ നീ പോ. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു ചായ ഇല്ല, വെള്ളം ഇല്ല? എത്ര പ്രാവശ്യം പറഞ്ഞു പോകാന്ന്? പിന്നെ നീ ഇവിടെ നിൽക്കണ എന്തിന്? എത്ര പ്രാവശ്യം എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ വെള്ളം ഇല്ലെന്ന്? പോ. ചായ എന്തായാലും 4 എത്ര പ്രാവശ്യം പറഞ്ഞു വെള്ളം ഇല്ല, ചായ ഇല്ല, ചായ ഇല്ല? ചായക്ക് 4 മണിയാവും. അവിടെ ചെന്നില്ല. ചേച്ചി അവിടെ കയറി, നീ അവിടെ കയറി ഇരിക്കേ അണ്ണാ. എന്നില്ല നീ കയറി ഇരി, അല്ലെങ്കിൽ ചേച്ചി കയറി ഇരി. ആരെങ്കിലും ഒരാൾ ഇരുന്നിട്ട് അങ്ങ് മാറി. രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഇരുന്നേ പറ്റൂ. ഒരാൾ ഇരുന്നിട്ട് മാറി. ഇത് ചുമ്മാ കട, ഇത് ചായ ഒരു കടയാണ്. നിങ്ങൾ ഇവിടെ വന്ന് നാടകം കളിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ഭാര്യയും ഭർത്താവുമാണ്. പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനൊക്കെ ഇരിക്കണം. എന്തിനാണ് പോയില്ലല്ലോ. അവിടെ കംപ്ലൈന്റ് ചെയ്ത കംപ്ലൈന്റ് ഒന്നും ചെയ്യണ്ട. അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ കാര്യപ്പെട്ട ഇവിടെ കയറാൻ പറ്റില്ല, അങ്ങ് പോ. പാവാണ്, ഇവിടെ കയറാൻ പറ്റില്ല. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ പോലത്തെ പോലീസുകാർ പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്. മനസ്സിലായി. പക്ഷെ ഒരുപാട് നാൾ കാത്തിട്ടിട്ട് ജോലിയാണ്. എല്ലാവരും നിന്നെ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കണവരാണ്. നമുക്ക് ഒരു തൊഴിലാണ്. നീ ഇവിടെ വല്ല വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ നാളെ സാക്ഷി പറയണം. ആണ്ട് നീ പോ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇങ്ങനെയല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. ചേച്ചി കയറി ഇരി. ദാ ഇവിടെ കയറി ഇരി. അകത്തോട്ട് കയറുന്നില്ല. ഇവിടെ കയറുന്നില്ല, അവിടെ കയറുന്നില്ല. അങ്ങ് പോകണ്ട, അകത്ത് പോയാൽ കാണൂല. അവിടെ അവിടെ ചേച്ചി അകത്ത് കയറി ഇരി. ഇവിടെ ഇരി. ആ കസേര ഇവിടെ നിന്ന് ഇരുന്നോ തന്നെ. ഇവിടെ ഇരുത്താൻ പറ്റില്ല. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ വന്ന് കയറാൻ ചേച്ചി ഇരിക്കട്ടെ. പിന്നെക്കാളും ഒരു 50 വരെ നമ്മളിവിടെ എത്തും കാണണേനെ. പോ. ചേച്ചി ഇരിക്കട്ടെ, പാവാണ്. നമ്മൾ ചേച്ചി പാവാണ് അവര്. ചേച്ചി വായിച്ച് ചേച്ചി ഇരി. ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചേച്ചി ഇത്രയും ധൈര്യം സംരക്ഷിക്കാറ്. പക്ഷെ എങ്കിലും ഒരാളെ കൂടെ ഇങ്ങനെ പിറകെ വരെന്ന് പറഞ്ഞ് ശല്യം ചെയ്തതിന് പിടിച്ച് പിറക്കി വെളിയോട്ട് കളയേണ്ട കാര്യമില്ല. ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ കൂടെ ഞാൻ പോവാന്ന് പറഞ്ഞില്ല. പറഞ്ഞല്ലോ ഞാൻ സ്റ്റേഷനിൽ നിന്നെ കൊണ്ടുപോകാൻ നീ ഞാൻ വിളിച്ചല്ലേ. സേഫ്റ്റി ആയിട്ട് ഇവിടെ അതും നിരസിച്ചു. അത് നോക്കട്ടെ. ഞാൻ ഞാൻ പപ്പയെ വിളിച്ചു. പപ്പ കൊണ്ടുപോയി പറയണോന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ അവളങ്ങനെ വെറുതെ വിടത്തില്ല. കോമഡി വെളിയോട്ട് ഇറങ്ങിയ ലൈറ്റ് കിട്ടും. വെട്ടമില്ല. അയ്യോ ഞാൻ ഇനി ഒന്നിനു
ഞങ്ങളിന്ന് ഫ്രാങ്കുമായിട്ട് നിൽക്കുന്നത് പാറശാല ഇഞ്ചിവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ചേച്ചിയുടെ പേര് സുനിത ചേച്ചിയായിരുന്നു ഇന്നത്തെ താരം. കണ്ടല്ലോ പ്രകടനം. സാധാരണ ഒരു പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടി അകത്തോട്ട് കയറി അവനെ ഞങ്ങൾ പറ്റിക്കാന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചേച്ചി അതിന് ഓപ്പോസിറ്റാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്ത് സംഭവം നടന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ അയാൾ എന്നെ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അവിടെ സ്റ്റേഷൻ അതിർത്തിയിലുണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരത് നിരസിച്ചു. അവിടെ ഞാൻ പോകുന്നില്ല, എനിക്ക് അവിടെ പേടിയാണ്, പരാതിയൊന്നും കൊടുക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അവർ നിരസിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാം, നമ്മളെ പോലെ ലേഡി പോലീസുകാരാണ് അവിടെ ഇരിക്കുന്നത്, നമുക്ക് ധൈര്യത്തിൽ പറയാം എന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അവര് ഇങ്ങനെ സംരക്ഷിക്കാൻ നോക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു നമ്മളൊരു തൊഴിൽ ചെയ്യുന്നവരാ. നാളെ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കാണ് തലവേദന. നമ്മൾ അന്നുള്ള ജീവിത മാർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അത് ചെയ്യാൻ പാടില്ലല്ലോ. മകളെ എവിടെ പോയി നേരത്തെ? ലാസ്റ്റ് ഘട്ടത്തിലാണ് ഓടിയെത്തിയത്. അവിടെയായിരുന്നു. അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒന്ന് പൊളിച്ചന അല്ലേ? പ്രാങ്കാണെന്ന് പറഞ്ഞ് പൊളിച്ചന അറിയാമായിരുന്നു അല്ലേ? ചേട്ടൻ ചേട്ടൻ നമ്മളിവിടെ വന്നെങ്കിലും ആദ്യമൊക്കെ എന്താണെന്ന് പിടികിട്ടിയില്ല. പിന്നെ ഞാൻ നൈസിൽ പറഞ്ഞു. അപ്പൊ പിന്നെ പുള്ളി മിണ്ടാതെ സൈലന്റായി നമ്മളോട് ചേർന്നു. അമ്മ അവിടെ വന്ന് അറിയപ്പോഴും നീ എന്തിനു വന്ന് അറി രാവിലെ അവൻ ഇരിക്കല്ലേ, നീ എന്തിനടി ഇവിടെ ഇരിക്കുന്ന, ഇറങ്ങി പോടി എന്ന് ഞാൻ വരട്ടി. ഞാൻ തെറി വിളിച്ചു, ഇറങ്ങടി പോടി, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും ഇവിടെ വന്നൂടാ. എങ്ങനത്തെ പെണ്ണുങ്ങളെ ഇരിക്കും, കടയിൽ ഇരിക്കും, കടയിൽ ഇരിക്കാൻ പറ്റൂല, ഇങ്ങനെ വന്നിരുന്നൂടാ, ഇറങ്ങി പോടി, നീ എന്തിനു വന്നെന്ന് കേട്ടോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്. ആദ്യമായിട്ട് ബിഗ് പ്രാങ്ക്സ് നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ് കോശി ഈ ടൂർസ് ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രൈസ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഈ ഒഴിച്ചപ്പം ചൂടുള്ള എടുത്ത് ഒഴിച്ചു കൊടുക്കാറായിരുന്നു. ചൂടുള്ള എടുത്ത് ഒഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കാണാറുണ്ട്.